പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യരിൽ നിന്ന് തന്നെ അവരിൽ നിന്ന് തന്നെ ഒരു പ്രവാചകരെ അവരിലേക്ക് അല്ലാഹു നിയോഗിച്ചതിലൂടെ സത്യവിശ്വാസികൾക്ക് വലിയ അനുഗ്രഹമാണ് ചൊരിഞ്ഞിരിക്കുന്നത് എന്ന് വിശുദ്ധമായ ഖുർആൻ. ലഖദ് മന്നല്ലാഹു, അല്ലാഹു അനുഗ്രഹിച്ചിരിക്കുന്നു. അതിന്റെ അർത്ഥം മുഫസ്സിരീങ്ങൾ പറഞ്ഞത് തഫ്സീറിൽ കാണാം, ഐ വഹബഹുല്ലാഹു നിഅമതൻ അളീമതൻ, വലിയ ഒരു അനുഗ്രഹം മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു ചൊരിഞ്ഞിരിക്കുന്നു. സത്യവിശ്വാസികൾക്ക് എന്താണ് അനുഗ്രഹം? ഇത് ബഅസ ഫീഹിം റസൂലൻ മിൻഹും, അവരിൽ നിന്ന് തന്നെ ഒരു പ്രവാചകരെ അവരിലേക്ക് നിയോഗിച്ചു. ഏതാണ് ഈ പ്രവാചകൻ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി. ജനങ്ങളെ സംസ്കരിക്കുവാനും തസ്കിയത്ത് ചെയ്യുവാനും അവർക്ക് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് സംസ്കാരത്തിൻ്റെതാകുന്ന ഉത്തുംഗതയിലേക്ക് ജനങ്ങളെ എത്തിക്കുവാനും വേണ്ടി, സൽബുദ്ധരാക്കുവാൻ വേണ്ടി ഒരു പ്രവാചകരെ അവരിൽ നിന്ന് നിയോഗിക്കലോടുകൂടി അല്ലാഹു സത്യവിശ്വാസികളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു പറഞ്ഞത് അനുഗ്രഹം കിട്ടിയാൽ അതിനെന്ത് വേണം? നിങ്ങൾ തന്നെ പറയും, എന്ത് വേണം? നന്ദി പ്രകാശിപ്പിക്കണ്ടേ? അതല്ലേ ഒരു സാദാ സീത മനുഷ്യന്റെ ക്വാളിറ്റി. ഒരാൾ നമുക്കൊരു അനുഗ്രഹം ചെയ്താൽ, ഒരു സാധാ മനുഷ്യൻ അനുഗ്രഹം ചെയ്താൽ തന്നെ നന്ദി പ്രകാശിപ്പിക്കണം. വേണോ വേണ്ടയോ? വേണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും വലിയ അനുഗ്രഹമായി അവരിലേക്ക് തന്നെ, അവരിൽ നിന്ന് തന്നെ ഒരു പ്രവാചകരെ അയച്ചു എന്ന് അല്ലാഹു പറയാ. അപ്പൊ പിന്നെ അനുഗ്രഹത്തിന് നന്ദി പ്രകാശിപ്പിക്കണ്ടേ? നിങ്ങൾ പറയും, വേണമല്ലോ. അതുകൊണ്ട് തന്നെ അല്ലാഹു പറയുന്നു, അമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, നിന്റെ റബ്ബ് നിനക്ക് ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നീ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് തന്നെ നന്ദി പ്രകാശിപ്പിക്കണം. ഫഹദ്ദിസ്, പറയണം. ഏറ്റവും വലിയ അനുഗ്രഹം ആരാ? ഹബീബ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് എന്ന് പറഞ്ഞത്, സൃഷ്ടികളിൽ ഏറ്റവും അത്യുത്തമര. അതുകൊണ്ട് തന്നെ ആ പ്രവാചകരുടെ പറച്ചിലാണ് വേണ്ടത്. വഅമ്മാ ബിനിഅമതി റബ്ബിക, നിന്റെ റബ്ബിന്റെ അനുഗ്രഹം. റബ്ബിന്റെ അനുഗ്രഹമാണല്ലോ ഇത്. അല്ലാഹു തന്നെ പറഞ്ഞതാണ്, ലഖദ് മന്നല്ലാഹു, അല്ലാഹുവാണ് അനുഗ്രഹിച്ചിരിക്കുന്നത്. അപ്പൊ അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് എങ്ങനെ നന്ദി പ്രകാശിപ്പിക്കണം? വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, നിന്റെ റബ്ബിന്റെ അനുഗ്രഹങ്ങളെ പറഞ്ഞുകൊണ്ട് തന്നെ നീ എന്ത് ചെയ്യണം? അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കണം. എണ്ണി എണ്ണി പറയണം. അപ്പൊ തെളിവിന് വേറൊന്നും വേണ്ട, ഖുർആനാണ് ഇത് പറഞ്ഞത്. ശരിക്കും മനസ്സിലെത്തി ചിന്തിക്കുന്ന സഹോദരങ്ങളെ.